ഏതൊക്കെ മൗലീദിലാണ് ഷിർക്കുള്ളത് എന്നാണ്. ഒന്നാമത് എത്ര മൗലീദ് ഉണ്ട് എന്നുള്ളത് അത് ഉണ്ടാക്കിയ ആളുകൾക്ക് നിശ്ചയമുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മൗലീദ് ഏറ്റവും കുറഞ്ഞത് അങ്ങനെ മൗലീദ് പാരായണം ചെയ്യുക എന്നുള്ളത് ബിദ്അത്തായ കാര്യമാണ്. അല്ല, അതൊരു പുണ്യമുള്ള കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അല്ലെങ്കിൽ സ്വഹാബികൾ ചെയ്യുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു മൗലീദ്, എന്നിട്ട് അവർ പാരായണം ചെയ്യുക. ഉമർ അള്ളാഹിനെ പുകഴ്ത്തിയ ഒരു മൗലീദ്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയിട്ട് അങ്ങനെ ഒരു മൗലീദ് ഉണ്ടായിട്ടേ ഇല്ല. സ്വഹാബികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടുന്ന് എവിടെയെങ്കിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയ ഒരു വരി അത് കൊണ്ടുവന്നിട്ട് ഇതൊരു ഇബാദത്താക്കാണ് ചിലർ. സഹോദരങ്ങൾ, അത് ശരിയല്ല, അത് ബിദ്അത്താണ് ഏറ്റവും കുറഞ്ഞത്. എന്നാൽ നമ്മളെ നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള ഒരുപാട് മൗലൂദുകളിൽ, ഇപ്പോൾ മുഹിദ്ദീൻ മാലയിലും അതുപോലെ കുത്തുബിയത്തിലും അങ്ങനെയുള്ള ഷറഫുൽ അനാം അങ്ങനെ അറിയപ്പെടുന്ന പല മൗലൂദ് കിതാബുകളിലും കടുത്ത ഷിർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ആ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് എത്തിക്കുന്ന കടുത്ത ഷിർക്ക് അതിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും